ഊഷരമായ ഭൂമികൾ ആർക്കാണ് ഇഷ്ടമുള്ളത്? ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, കൃഷികൾ നിറഞ്ഞു നിൽക്കുന്ന നല്ല പച്ചപ്പുള്ള പ്രദേശങ്ങളാണ് മനുഷ്യന് ഇഷ്ടം. കാരണം കഴിക്കാൻ അവിടെ നിന്നാണ് കിട്ടുന്നത്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മഴയില്ലാത്ത കാലത്ത് ഉണങ്ങിപ്പോകുന്ന ഭൂമി, വരണ്ട ഭൂമി എന്ന് പറയുന്നത് മരിച്ച ഭൂമിക്ക് തുല്യമാണ്. മരിച്ച ഭൂമിക്ക് തുല്യമാണ്, മരിച്ച രാജ്യങ്ങൾ തുല്യമാണ് മഴയില്ലാത്ത അവസ്ഥ. മഴയില്ലാതെ ഊഷരമായി പോയ ഭൂമികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ കൊണ്ട് ജീവസുറ്റതാക്കി എന്ന് വിശുദ്ധമായ ഖുർആൻ. ഒരു നെൽപ്പാടത്തിലേക്ക് നിങ്ങൾ നോക്കൂ. വേനൽക്കാലമാകുമ്പോൾ അതിൻ്റെ അകത്ത് വിളകളില്ല, പാടങ്ങളിൽ നെൽകൃഷിയില്ല, അത് ഉണങ്ങി വരണ്ടു നിൽക്കും. പെട്ടെന്നാണ് ആകാശലോകത്ത് നിന്ന് മഴ വരുന്നത്. ആ മഴ വന്ന് കഴിയുമ്പോൾ എവിടെ നിന്നാണെന്നറിയില്ല, വളരെ പെട്ടെന്ന് തന്നെ ഹരിതാഭമാവുകയാണ്, പച്ചപ്പുള്ളതാവുകയാണ് നെൽപ്പാടങ്ങൾ. കണ്ടു, ഖുർആൻ പറയുന്നു, വഅഹ്യൈനാ ബിഹി ബൽദതൻ മൈതാ. വരണ്ടുണങ്ങിപ്പോയ സസ്യങ്ങളില്ലാത്ത, വൃക്ഷങ്ങളില്ലാത്ത, ഹരിതാഭമല്ലാത്ത, പച്ചപ്പില്ലാത്ത ഭൂമികളെ നിങ്ങൾ കാണുമ്പോൾ അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ നൽകുന്നത്. മഴ വന്നു കഴിഞ്ഞാലോ ഉഷരമായ ഭൂമികൾ പിന്നെ പച്ചപ്പുള്ളതായി, ജീവനുള്ളതായി. മരണപ്പെട്ടു പോയ ഭൂമിയെ ജീവനുള്ളതാക്കി മാറ്റുന്നു മഴയിലൂടെ അല്ലാഹു എന്ന് വിശുദ്ധമായ ഖുർആൻ. മൂന്നാമത് മഴക്കാലം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആയത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനം അല്ലാഹു പറഞ്ഞു, കദാലികൽ ഖുറൂജ്. പള്ളിക്കാട്ടിന്റെ ആറടി മണ്ണിൽ അടക്കപ്പെടും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അടക്കപ്പെട്ട കബറുകളുടെ മൂടി തുറന്നിട്ട് പുനർജനിക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ല ഉപ്പാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മഴയുമായി കണക്ട് ചെയ്തുകൊണ്ട് പറയുന്നു, വകദാലികൽ ഖുറൂജ്. ഇപ്രകാരമാണ് ഉയർത്തെഴുന്നേൽപ്പ്, പുനരുത്ഥാനം. മരണപ്പെട്ടു പോയ മനുഷ്യൻ ഒരു മഴക്കാലം വരുമ്പോ ഊഷരമായ ഭൂമികൾ സസ്യങ്ങൾ കൊണ്ട്, വൃക്ഷങ്ങൾ കൊണ്ട് തളർത്ത് ഹരിതാഭമാകുന്നത് പോലെ മനുഷ്യരെല്ലാം മരിച്ചു പോയിട്ട് കബറടക്കപ്പെട്ടിട്ട് ലോകം അവസാനിച്ചിട്ട് ഇനി ഒരു പുനരുത്ഥാനം അല്ലാഹുവിന് വളരെ എളുപ്പമാണ്. ഒരു മഴ പോലെ എളുപ്പമാണ് നിങ്ങളുടെ പുനരുത്ഥാനം എന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമുക്ക് നല്ല ഈമാൻ നൽകട്ടെ. ലോകം ആർക്ക് വേണ്ടിയിട്ടാണ്? ആരുടെ ഫാൻസുകളാണ് നാം? അർജന്റീനയുടെ മെസ്സിക്ക് വേണ്ടി, പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേണ്ടി, പ്രിയപ്പെട്ടവരെ ബ്രസീലിന്റെ, ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയ്ക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്ന, ആരവം മുഴക്കുന്ന, ജാഥ നടത്തുന്ന, മുദ്രാവാക്യം മുഴക്കുന്ന, ഫാൻസ് അസോസിയേഷനുകൾ സൃഷ്ടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഈ മഴക്കാലത്തിൽ പറയാറുള്ളത്, കദാലികൽ ഖുറൂജ്. കളി വേണ്ട എന്ന് നമ്മൾ പറയണില്ല. കളിക്കളങ്ങളിലും മാതൃകകൾ കാണാം. ഒരു ഫുട്ബോളിന്റെ കോർട്ടിൽ ആ ഫുട്ബോളിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ബോൾ വായിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് ഷോട്ട് തീർക്കുന്ന കളിക്കാരുടെ കാലഘട്ടത്തിൽ ഒരു വിജയം അല്ലാഹു നേടിത്തരുമ്പോൾ അത് ഫുട്ബോളിന്റെ പേരിലാണെങ്കിലും ആ വിജയത്തിന്റെ മന്ദസ്മിതം അവസാനിക്കുന്നതിന് മുമ്പ് പച്ചപ്പുൽത്തകിടിയിലേക്ക് നെറ്റി ചായ്ച്ചു വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്തിട്ട് ആഘോഷം മുഴക്കുന്ന കളിക്കാരുടെ കാലഘട്ടത്തിൽ കളി വേണ്ട എന്ന് പറയുന്നില്ല, കളിക്കാരെ അപഹസിക്കാൻ നമ്മൾ പറയണില്ല. പക്ഷേ ഓരോ മഴത്തുള്ളികളും നിർബാധമി വിശാലമായ മണൽ പരിപ്പിലേക്ക് പെയ്ത് വീഴുമ്പോ ആ മണൽ തുള്ളികൾ നമ്മളോട് വിളിച്ചു പറയുന്നത് മരണത്തിന്റെ ഓർമ്മകളാണ്, കബറിനെ കുറിച്ചുള്ള ചിന്തകളാണ്. ഒരു മഴക്കാലം പുനർജനി ലോകത്ത് സാധ്യമാക്കുന്നത് പോലെ മരിച്ചുപോയ ശവപ്പറമ്പുകളെ പുനർജീവിപ്പിക്കുന്ന ഒരു കാലഘട്ടം വരാറുണ്ട് എന്ന് മഴയുടെ ഓർമ്മകൾ മരണത്തിന്റെ ഓർമ്മകളുമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് വിശുദ്ധമായ ഖുർആൻ.